ഹായ് ശിവനന്ദ. ഹലോ ചേട്ടാ. കണ്ണൂരിന്റെ സ്ലാങ് ഉണ്ടെന്ന് ഇവർ പറഞ്ഞു. ചെറുതായിട്ട് അത് വരുമല്ലോ, ഉം. സ്വാഭാവികമായിട്ട് വരുമല്ലോ. ഒരു മ്യൂസിക് ജേണി ഇവിടെ മുതലാ പഠിച്ച് ഇവിടം വരെ ഈ വേദി വരെ എത്തി. ഞാൻ 2ാം ക്ലാസ് തൊട്ട് മ്യൂസിക് പഠിക്കാൻ തുടങ്ങി. ആ. ആ 2ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന ഉഷ ടീച്ചറായിരുന്നു ഇങ്ങനെ മ്യൂസിക് പഠിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചത്. അപ്പം ടീച്ചറുടെ നിർദ്ദേശപ്രകാരമാണ് എന്നെ മ്യൂസിക് ക്ലാസ്സിൽ ഇതെല്ലാം പറയുന്നത് അച്ചടി ഭാഷയിലാണല്ലോ ഒരു നിർദ്ദേശം വെച്ചത്. അല്ല, അത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പം ആ രീതിയിൽ സംസാരിക്കണം എന്നുള്ള അങ്ങനെ അല്ല എന്നാ ഞാൻ പറഞ്ഞത്. എടാ ഇതൊന്നും കണ്ണൂർ അങ്ങനെ അല്ലടാ. അല്ല, അതിപ്പം ഉം. അതങ്ങനെ വന്നു പോന്ന കണ്ണൂർ. അങ്ങനെ വരണ്ട. ശരിക്കും നമ്മൾ നമ്മുടെ ഒരു സ്റ്റൈലിൽ തന്നെ വർത്താനം പറഞ്ഞാൽ മതിയെന്നാ ഞാൻ ആഗ്രഹിക്കണേ. പറഞ്ഞോ, ഞാൻ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നില്ല, സോറി. ബാക്കി പറഞ്ഞു. ആ അപ്പം ടീച്ചറുടെ നിർദ്ദേശപ്രകാരം മ്യൂസിക് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അപ്പം മ്യൂസിക്കും ഡാൻസും രണ്ടും കൂടെ ഒന്നിച്ചായിരുന്നു പഠിക്കാൻ തുടങ്ങി. അപ്പം ഒരു 2 വർഷം ഡാൻസ് പഠിച്ചു. അപ്പം അത് എന്നെ കൊണ്ട് സെറ്റ് ആവില്ല എന്ന് തോന്നിയപ്പം അത് നിർത്തി. പിന്നെ മ്യൂസിക് തന്നെ പഠിക്കാൻ തുടങ്ങി. പിന്നെ അന്ന് തൊട്ടേ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ കലോത്സവത്തിലൊക്കെ അന്ന് തൊട്ടേ പങ്കെടുക്കുമായിരുന്നു. സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം 10th പഠിക്കുമ്പം ലൈറ്റ് മ്യൂസിക്കിലൊക്കെ സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ കേരളോത്സവം, പിന്നെ അങ്ങനെ എല്ലാ പ്രോഗ്രാമിലും കാര്യങ്ങളൊക്കെ പങ്കെടുക്കുമായിരുന്നു. പിന്നെ കച്ചേരികൾ, അങ്ങനെ അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാംസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് വരുന്നു. അപ്പം ഇവിടെ എത്തിയതെന്ന് പറഞ്ഞാൽ അന്നോട്ടേ ഒരുപാട് റിയാലിറ്റി ഷോസിൻ്റെ ഓഡിഷൻസിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ഓഡിഷൻസ് ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് വരെയൊക്കെ പോകും. പക്ഷെങ്കിൽ സെലക്ട് ആവില്ല. അപ്പോൾ നമ്മൾ അത്രയും പ്രതീക്ഷിച്ച് ആ ഒരു ഷോയിൽ അത്രയും റൗണ്ട് വരെ എത്തിയിട്ട് ഇങ്ങനെ ഔട്ടായി പോകുമ്പം ഒരുപാട് വിഷമം തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഓഡിഷൻസിൽ പങ്കെടുത്തല്ലോ. അപ്പോൾ അങ്ങനെ സത്യത്തിൽ മടുത്തുപോയി. ഇങ്ങനെ പോയിട്ട് ശരിക്കും അത് പാടില്ല, പക്ഷെ എന്നാലും കുറേ പോയപ്പം നമ്മുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, മുന്നോട്ടുള്ള ഒരിത്, അത് അവിടെ ഇല്ലാണ്ടായി എന്ന് പറയുന്നില്ല, എന്നാലും കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അച്ഛനും അമ്മയുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ എല്ലാ ഓഡീഷൻസിൽ വീണ്ടും പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്ന് അവസാനമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് പിന്നെ കിട്ടുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അപ്പം അങ്ങനെ കിട്ടുന്ന പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി. എന്നെക്കാളും എൻ്റെ അച്ഛനും നമുക്ക് സന്തോഷമായി. അപ്പം എന്താ പറയണ്ടേ, അവരുടെ ഫാമിലീസിലായിക്കോട്ടെ എല്ലാവരും വിളിച്ചു പറയുന്നു, സന്തോഷം പങ്കിടുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. ബേസിക് കർണാട്ടിക് അല്ലേ? അതെ, കർണാടക. എങ്കിലും എല്ലാം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഹിന്ദുസ്ഥാനിയൊക്കെ? ഹിന്ദുസ്ഥാൻ എനിക്ക് പഠിക്കാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, കർണാട്ടിക്കിലൊരു ബേസ്, കർണാട്ടിക്ക് രണ്ടും കൂടി പറ്റില്ല, അപ്പം ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്ത് അത് നന്നായ രീതിയിൽ പഠിക്കുക, അതിനുശേഷം നമുക്ക് നോക്കാമെന്ന് സാറ് പറഞ്ഞു. അപ്പം കർണാട്ടിക് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കാം. അതിൽ എന്താ പറയുക, മുത്തും പവിഴവും തേടിക്കൊണ്ടിരിക്കുകയാണ്. അത് തേടും. ഈ ലൈറ്റ് മ്യൂസിക് അപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അതെവിടുന്ന ഗൈഡൻസ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്? ലൈറ്റ് മ്യൂസിക് എൻ്റെ സാറിൻ്റെ അടുത്ത് തന്നെ. ഓ, സാറ് പറഞ്ഞുതരും. സാറ് ട്യൂൺ ചെയ്ത് എനിക്ക് പറഞ്ഞുതരും ലൈറ്റ് മ്യൂസിക്. പിന്നെ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ അത് കേട്ട് അങ്ങനെ പഠിക്കുന്നത്. അങ്ങനെ പ്രത്യേക ഗൈഡൻസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ പഠിക്കുന്ന. ഈ സിനിമാ പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ ഈ ഷോസിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് പഴയ പാട്ടുകളൊക്കെ ഒരുപാട് സെലക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്തരം പാട്ടുകൾ കേൾക്കുന്ന സ്വഭാവം ഉണ്ടോ? എങ്ങനെയാണ്? പഴയ പാട്ടുകൾ കേൾക്കാറുണ്ട്. പുതിയ പാട്ടുകളെക്കാളും പഴയ പാട്ടുകളാണ്. വീട്ടിലും അച്ഛൻ റേഡിയോടൊക്കെ വലിയ ഫാനാണ്. അപ്പം രാവിലെ റേഡിയോ വെക്കും. അപ്പം റേഡിയോയിൽ പൊതുവേ പഴയ പാട്ടുകൾ ഒരുപാട് കേൾക്കും. അപ്പം പഴയ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമാണ്. പഴയ പാട്ടുകളാണ് കേൾക്കുന്നതും. പുതിയ സോങ്സ് കേൾക്കുന്നത് കുറയും. ഇപ്പം എന്നോട് പുതിയ സോങ്, ഗാനമേളക്ക് പോയാൽ പുതിയ സോങ് ഏതാ പഠിച്ചു ചോദിച്ചാൽ ഞാനൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പുതിയ സോങ്സ് ഞാൻ കേൾക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടാവില്ല. പുതിയ സോങ്സ് കേൾക്കണം, പക്ഷേ എനിക്ക് എന്താ പറയുക, എനിക്ക് കൂടുതൽ താല്പര്യം പഴയ ആ ഒരു സമയത്തെ സോങ്സ് ആയിരിക്കും. അച്ഛനൊക്കെ എങ്ങനെ ഒരു അച്ഛനും അമ്മയും അതുകൊണ്ട് ഞാനും അങ്ങനെ പോയി. പുതിയ സോങ് എന്താ പറയാ, കൂടുതൽ ഇഷ്ടം പഴയ സോങ്സ് ആണ്. അതുകൊണ്ട് അത് അങ്ങനെ കേട്ട് വളർന്നതിൻ്റെ ഒരു ഇതാണ്. നമുക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ, എല്ലാ ജോണറിലുള്ള പാട്ടുകളും. ഇപ്പോൾ റാപ്പൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഞാനത് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആഴത്തിൽ കേൾക്കാറുണ്ട്. മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ അവർ വരുമ്പോൾ, റാപ്പേഴ്സ് നമ്മുടെ മുമ്പ് വരുമ്പോൾ എന്തിനാ അങ്ങനെ എഴുതിയെന്നൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കാറുണ്ട്. എന്ന് വെച്ചാൽ താല്പര്യമുണ്ട്, പുതിയതും പഴയതും ഒക്കെ താല്പര്യമുണ്ട്. ശരിക്കും റിയാലിറ്റി ഷോയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ആണ് ഇതിനകത്തൊരു ചില സമയത്ത് പ്രശ്നമാവുന്നത്. അപ്പോൾ നെർവസ്നെസ് ഒന്നും ഇല്ല, ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ കേൾക്കുമ്പോൾ നല്ല കോൺഫിഡൻസ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരുപാട് ഷോസിൽ പങ്കെടുത്ത് ഇല്ലെങ്കിൽ പാടിയിട്ടുള്ളത് കൊണ്ടാണോ, എന്തുകൊണ്ടായിരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ചുറ്റുപാട് തന്നെ അങ്ങനെയാണ് ആക്കിയത്. എന്ന് പറഞ്ഞാൽ ഒരു ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പല്ല ഞാൻ. അത്യാവശ്യം
എല്ലാവരോടും സംസാരിക്കും, നന്നായിട്ട് സംസാരിക്കും. അപ്പം അങ്ങനെ ഒരു പേടിയുടെ ടൈപ്പല്ല. അപ്പം എന്ത് സംഭവം എൻ്റെ മനസ്സിൽ തോന്നിയാലും ഞാൻ പറയും, എന്ത് കാര്യമില്ല. അപ്പം അങ്ങനെ പോകുന്ന ഒരാളാ. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ കൂടെ പഠിച്ചവരൊക്കെ കമന്റ് ചെയ്യും, പണ്ടേ ഒരു കില്ലാടിയായിരുന്നു. അങ്ങനെ ഇല്ലല്ലേ? ഇല്ല. സോഫ്റ്റ് ആണ്, അടിയൊക്കെ ഉണ്ടാക്കും അടി അത്യാവശ്യം. എന്നെ എന്താ പറയുക, നമ്മുടെ അത്രയും കമ്പനി ആയിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത്, ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും ഫാമിലിയിലും അടിയാക്കും. അല്ലാണ്ട് അച്ഛനും അടുത്ത് നോർമലാ. ചോദിക്കണം ഇടിയുണ്ടാക്കുന്ന എത്രത്തോളാണെന്ന്. അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് നമ്മൾ ഫ്രീ ആണല്ലോ. ആ അപ്പം തല്ലുകൂടും, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തും. മ്യൂസിക് അല്ലാതെ എന്താ പരിപാടി? അത്യാവശ്യം എഴുതും. ആ പിന്നെ എന്താ പറയുക, ഇൻസ്റ്റയില് അല്ലല്ല അല്ല. അല്ല, കവിതയൊക്കെ അത്യാവശ്യം ആ ചെറുതായിട്ട്. പിന്നെ ട്യൂൺ ചെയ്യാൻ ഇഷ്ടമാണ്. ആ പിന്നെ ആക്ടിങ് ഇഷ്ടമാണ്. ആ പിന്നെ മറ്റേ കൊറോണ സമയത്ത് റേഡിയോ ജോക്കിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കുറച്ച് മാസം. ആ ചെറിയ ആളല്ല കേട്ടാ, കുറച്ച് മാസം ചെറുതായിട്ട്. അതാണ് ഈ കോൺഫിഡൻസ്. പിന്നെ അത്യാവശ്യം ആങ്കറിങ് ഒക്കെ ചെയ്യും, ആ അതും ചെറുതായിട്ട്. അത്യാവശ്യം ആങ്കർ ചെയ്യും, വേണമെന്നുള്ളത് കോണ്ടാക്ട് ചെയ്യാം. അല്ല അങ്ങനെ അത്രയില്ല, ചെറുതായിട്ട്. ഇപ്പൊ ന്യൂ ഇയർ പ്രോഗ്രാം ആയാലും നാട്ടിൽ അങ്ങനെ ചെറിയ ചെറിയ ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്. MC ചെയ്യാറുണ്ട്. നല്ല പരിപാടിയാണ്. നല്ല പരിപാടി. ഇവിടെ എങ്ങനെയായിരിക്കും, നമ്മൾ ഏത് പൊസിഷനിലായിരിക്കും എത്തുക എന്നൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ വിചാരം? റിയാലിറ്റി ഷോയിലോ? ആ റിയാലിറ്റി ഷോ ഈ ഒരു എന്നെപ്പോലത്തെ ആൾക്കാർ ചിന്തിക്കാൻ തന്നെ ഈ ഒരു സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിൽ കയറാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. നമ്മൾ ഓഡിഷനിൽ വരുമ്പോൾ തന്നെ വിചാരിക്കുക, ഒരു പ്രാവശ്യം ഈ ഒരു സ്റ്റേജിൽ ആ ഒരു ഫ്ലോറിൽ നിന്ന് 2 സോങ് പാടാൻ പറ്റുമെന്ന് തന്നെ വലിയ കാര്യമാണ്. കാരണം എന്നെപ്പോലത്തെ എത്രയോ പാട്ടുകാർ നാട്ടിൽ ഇത്രയോ വലിയൊരു വേദി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അവർക്കൊന്നും കിട്ടാത്തൊരു ചാൻസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ അതിൽ എനിക്കൊരു സന്തോഷം തോന്നിയത്, എപ്പോഴും പാട്ട്, എല്ലാവരും പാട്ട്, എവിടെയും പാട്ട്. അത് ഭയങ്കര രസമുള്ള അതെ പരിപാടിയാണ്. അതെ, അതാണ് പറഞ്ഞത്. എവിടെയും പാട്ട്, നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. നമ്മൾ ആ ഒരു ലോകത്താണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള, ആ പാട്ടിൻ്റെ ടോപ്പിലെത്തട്ടെ. സൂപ്പർ സ്റ്റാർ സീനിയറിലേക്ക് സ്വാഗതം.